എല്ലാവർക്കും ജോമൻസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഗാർഡൻ ടൂറിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇന്ന് ആദ്യത്തെ വീഡിയോ പറഞ്ഞിരുന്ന പോലെ എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വെജിറ്റബിളിൻ്റെ സെക്ഷൻ സെപ്പറേറ്റ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിത് വെജിറ്റബിൾ സെക്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ പ്ലോട്ട് നമ്മൾ വെജിറ്റബിൾസ് മാത്രം ചെയ്തിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഗാർഡൻ്റെ എൻ പാർട്ടാണ്. ഈ എൻ പാർട്ടിലാണ് നമ്മൾ കമ്പോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബിൻസ് വെച്ചിരിക്കുന്നത്. ഇത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ എൻഡിൽ തന്നെയാണ് ഞങ്ങളുടെ റാസ്ബെറി നിൽക്കുന്നത്. വെജിറ്റബിൾ ഗാർഡൻ്റെ അറ്റത്താണ് നമ്മൾ സ്ട്രോബെറിയും റാസ്ബെറിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റാസ്ബെറി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറിച്ച് കഴിക്കുന്നു. ഏകദേശം 2 പഴുത്ത് നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗാർഡനിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ബീൻസാണ്. ബീൻസ് ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ചെറിയ കമ്പ് മേടിച്ച് കുത്തി കയറ്റി വിട്ട് ചെറുതായിട്ട് പന്തൽ സെറ്റ് ചെയ്ത് പന്തലിലേക്ക് കയറിപ്പോവാണ് ചെയ്യുന്നത്. ഞങ്ങൾ ബീൻസ് നട്ടപ്പോൾ ഞങ്ങൾ മിക്സ് ചെയ്താണ് നട്ടിരിക്കുന്നത്. ഈ കാണിക്കുന്ന ശരിക്കും റണ്ണർ ബീൻസാണ്. ഇത് പർപ്പിൾ ബീൻസ്, പർപ്പിൾ കളറിലുള്ള. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് മറ്റേ ഗ്രീൻ കളറുള്ള സാധാ ബീൻസ് നട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിളവെടുപ്പ് കൂടി ആയേക്കാം. പിന്നെ ഈ ബീൻസ് പരിചയമില്ലാത്ത ആരും കാണുകയല്ലോ. ഇത് ഞങ്ങൾ ഇവിടെ മെയിനായിട്ട് ശരിക്കും ഓർസിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ വീഡിയോയിലേക്ക് അത്ര കാര്യമായിട്ട് ഉൾക്കൊണ്ട് വരുന്നില്ല. പക്ഷേ അകത്തേക്ക്, അതായത് ഈ പറയുന്ന ബീൻസിൻ്റെ ഇടയ്ക്കേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ബീൻസ് കാണാൻ പറ്റും. വീട്ടിലേക്ക് അത്ര കവറൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് അതിൽ കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ടൂറിൻ്റെ കൂടെ തന്നെ സമയം ഫലപ്രദമാക്കിക്കൊണ്ട് ചെറിയൊരു ഹാർവെസ്റ്റ് കൂടെ നടത്തുകയാണ് ഉച്ചക്കത്തേക്കുള്ള തോരൻ സെറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ റണ്ണർ ബീൻസ് കൂടാതെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ കാണിച്ച് ഞങ്ങളുടെ ബ്രോഡ് ബീൻസ്, അത് റണ്ണർ ബീൻസിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത്. ഇത് ബ്രോക്കോളിയാണ്. ഇത് ഞങ്ങൾ മേടിച്ചപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നത് വിൻ്റർ സർവൈവ് ചെയ്തിട്ട് അടുത്ത സ്പ്രിങ്ങിൽ കായ്ക്കുമെന്നാണ്. നമുക്ക് നോക്കാം എന്താകുമെന്ന്. ഉള്ളത് നമ്മുടെ ഗോർജറ്റാണ്. ഇതിനകത്തേക്ക് ചെറുതായിട്ട് കയറട്ടെ. നിങ്ങൾക്ക് കാണാം, ഗോർജറ്റ് പറഞ്ഞാൽ വലിയ ഒരുത്തിനുണ്ടായി കിടപ്പുണ്ട് അവിടെ. അത് പറിക്കാറായി. ഞങ്ങളിന്ന് പറിച്ച് ഈ ഹാർവസ്റ്റിൻ്റെ കൂട്ടത്തിൽ അതും ഞങ്ങളിന്ന് പറിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ചീനികൾ വച്ച് പിടിപ്പിച്ചായിരുന്നു. ഞങ്ങൾ കാന്താരിയും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും വെച്ചിട്ടുണ്ട്. അത് പൂവിട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം 1-2 ചീനിയാൽ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാനത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ചീനി കാണിച്ച് തന്നിട്ട് ബാക്കി വെജിറ്റബിൾ കാണിക്കാം. ഞങ്ങൾ ഗാർഡൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ചീനി വച്ചിരിക്കുന്നത്. ശരിക്കും ചട്ടിക്കകത്ത് വെക്കേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങൾ കാന്താരി മാത്രമേ ചട്ടിക്കകത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഗാർഡനിൽ തന്നെയാണ് നിൽക്കുന്നത്.
ചീനിപ്പൂവ്. ഇതാണ് ഞങ്ങളുടെ പച്ചമുളക്, കൊമ്പൻ മുളക് കായ്ച്ചു നിൽക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം കാന്താരി, നമ്മൾ അതിനെ മാത്രം ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കറിയാലോ എത്രമാത്രം ഇഷ്യൂസും ബുദ്ധിമുട്ടുമാണ് നമുക്കത് UK കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. വെള്ളക്കാന്താരിയാണ്. പിന്നെ ഉള്ളത് കാബേജാണ്. ഇത് വിൻ്റർ കാബേജാണ്. നമുക്കത് അതിൻ്റെ റിസൾട്ട് വരുന്നേ ഉള്ളൂ. ഈ ഫുൾ വീഡിയോയിൽ കൂടാതെ വരുന്ന ഫലങ്ങളൊക്കെ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആക്കി നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ കാണാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. പിന്നെ കാബേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തം ബീറ്റ്റൂട്ട്. ഇതിനെല്ലാം ശരിക്കും മിക്സ് ചെയ്താണ് നട്ടിരിക്കുന്നത്. അപ്പോൾ കാബേജ്, ബീറ്റ്റൂട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്യാരറ്റ്, അതിൻ്റെ ഇടയ്ക്ക് ബ്രോക്കോളിയും ഉണ്ട്. ക്യാരറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ക്യാരറ്റിന് തന്നെ കിണത്തിൽ വരുന്ന റാഡിഷ്. നമുക്ക് എന്തായാലും കറി വെക്കുന്ന കൊടുത്ത് റാഡിഷോട് വേണം. റാഡിഷൊക്കെ പറിച്ചേക്കാം. ഈ റാഡിഷ് കൂടാതെ തന്നെ ഞങ്ങൾ റാഡിഷിട്ട് നേരത്തെ നട്ടത് നിൽപ്പുണ്ട്. അതിപ്പം പറിക്കാൻ വെച്ച് താമസിച്ച് പോയതുകൊണ്ട് അത് അത്യാവശ്യം വലുതായി. പറഞ്ഞു വന്നാൽ മൂത്ത് പോയി എന്ന് പറയാം. അത് വലുതായിട്ട് അതിൽ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ റാഡിഷ് വെച്ചേക്കുന്നതിൻ്റെ ഞാൻ ബീറ്റ്റൂട്ട് ഓൾറെഡി കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ഞങ്ങൾ പല സമയത്ത് അതിൻ്റെ അപ്പുറത്തും നിങ്ങൾക്ക് കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ചെറിയ തൈകൾ കാണാം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിൽ വച്ച് പിടിപ്പിച്ച ഒന്നാണ് നമ്മൾ സലാഡിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റസ് അല്ല ലെറ്റ്യൂസ്. നമ്മൾ വീഡിയോ ടൂർ നടത്തുന്ന കൂടെ തന്നെ നമ്മൾ ഹാർവെസ്റ്റിങ് നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ നമ്മൾ ഗോർജറ്റൊക്കെ പറിച്ചിന്ന് നോക്കിയേ സൈസ്. നമ്മളൊരു സാമ്പാറിൽ ഒരു അവിയൽ നമ്മൾ സെറ്റാക്കും. നമ്മളിതിൻ്റെ ഇടയ്ക്ക് കൂടെ കടന്നു പോകാനുള്ള ശ്രമമാണ്. ഇത് നമ്മുടെ വെള്ളരി അത് പൂവിട്ട് ചെറുതായിട്ട് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ മേടിക്കുന്ന ബട്ടർനട്ട് സ്ക്വാഷ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതും കായ്ച്ച് വരുന്നേ ഉള്ളൂ. അത് രണ്ടും നമ്മൾ അടുപ്പിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കുക്കുംബർ ഈ പറഞ്ഞ പോലെ പൂവിട്ട് രണ്ടോന്നും കായ്ച്ചിട്ടുണ്ട്. നിങ്ങൾ ഞാൻ ഇച്ചിരി ക്ലോസ് ആയിട്ട് എൻ്റെ കായ കാണിച്ചു തരാം.
പിന്നീട് ഞങ്ങളുടെ ഗാർഡനിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരിക്കുന്നത് നമ്മുടെ എല്ലാ ഗാർഡൻ റെക്കോർഡും കോമൺ ആയിട്ട് കാണുന്നതുമായ ഞങ്ങളുടെ സ്വന്തം ടൊമാറ്റോ. ഞങ്ങൾ 2 തരത്തിലുള്ള ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. ചെറിയ ബെറീസ് ടൈപ്പിലുള്ള ടൊമാറ്റോയും നമ്മുടെ വലിയ ടൊമാറ്റോയും ഉണ്ട്. അത് പലതായിട്ട് പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇതാണ് ബെറീസിൻ്റെ അടുത്ത് തന്നെ വലിയ ടൊമാറ്റോസ് ഉണ്ടായി നിൽപ്പുണ്ട്. നമ്മൾ ഗാർഡൻ്റെ ഒരെൻഡിൽ ചീനി വെച്ചപ്പോൾ നമ്മൾ മറ്റൊരു എൻഡിൽ സൈഡിൽ കൂടെ നമ്മൾ ടൊമാറ്റോ ആണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, അങ്ങേറ്റത്തായാലും ടൊമാറ്റോ ഉണ്ടായി നിൽപ്പുണ്ട്. അതായത് ബീൻസിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ ആദ്യം ടൊമാറ്റോ വെച്ചിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ ബീൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടൊമാറ്റോ നമ്മൾ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ചെറിയ ബെറീസ് ടൈപ്പിലുള്ളതും വലുതും. നിങ്ങൾ രണ്ടും കൂടെ മിക്സ് ആയിട്ട് കാണിക്കും, കാരണം ഇത് രണ്ടും അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട്. അതിൽ വെജിറ്റബിളിൻ്റെ ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ നമ്മൾ ഗ്രോ ബാഗിലായിട്ട് കുറച്ച് വെജിറ്റബിൾസ് നട്ടിട്ടുണ്ട്. നമ്മൾ ബീൻസ് നട്ടായിരുന്നു ആദ്യം. ബീൻസ് ഇങ്ങനെ കാര്യമായിട്ട് പിടിക്കാതെ വന്നപ്പോഴും നമ്മുടെ സ്ലഗ് കാര്യമായിട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴും ഞങ്ങൾ അതിലേക്ക്, നിങ്ങൾക്ക് കാണാം 1-2 അതിലുണ്ടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ബീറ്റ്റൂട്ടും നട്ടു. നമ്മൾ ബീൻസ് ഇത്ര അത്യാവശ്യം പറിച്ചതാണ്, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്തത്. നമ്മൾ മരത്തിലേക്ക് ഒരു ചെറിയ കയറ് കെട്ടിയിട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ക്യാരറ്റ് ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട്, അത് വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ മല്ലിയില വെച്ചിരുന്നതാണ്. ഞാനൊരു മല്ലിയിലയുടെ വീഡിയോ, മല്ലിയില ഫ്രഷ് ആയിരുന്നപ്പോൾ ഞാൻ വീഡിയോ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം മല്ലിയില കായ്ച്ചു തുടങ്ങി, മല്ലി കായ്ച്ചു തുടങ്ങി. ഞങ്ങളിത് ഉണക്കിയിട്ട് ഒരു മല്ലിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ ഗ്രോ ബാഗ് കൂടാതെ നമ്മൾ വേറെ ഗ്രോ ബാഗ് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഗാർഡനിൽ ഒരു അട്രാക്ഷൻ കാണിച്ചില്ല. നമ്മുടെ ഗാർഡനിൽ നമ്മൾ വന്നപ്പോൾ നമുക്ക് ഏകദേശം 2 മരങ്ങളുണ്ടായിരുന്നു, അത്യാവശ്യം വലിയ മരങ്ങൾ. ഞാനത് ആദ്യം വെട്ടാനുള്ള ശ്രമമൊക്കെ നടത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് സ്പ്രിങ്ങിലൊക്കെ ഇതിൽ ഉണ്ടാകുന്ന പൂക്കളെന്ന് പറഞ്ഞല്ലോ, ഭയങ്കര രസമാണ്. വലിയ മരം നമ്മൾ ഈ കമ്പ് വെട്ടി നിർത്തി അതിനെ ഏകദേശം ഷേപ്പായിട്ട് വെട്ടി നിർത്തിയേക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ്, അതായത് സ്ട്രോബെറി നമ്മളവിടെ ഒരു ചെറിയ ഗ്രോ ബാഗിൽ കൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആപ്പിൾ, ഞങ്ങളിവിടെ വന്നതിന് ശേഷം മേടിച്ച് വെച്ച ആപ്പിളാണ്, അതും വലുതായി വരുന്നേ ഉള്ളൂ. അതിലുണ്ടായ ഞങ്ങളുടെ ഉണ്ണിയാപ്പിളാണ്, വലുതായി വരുന്നേ ഉള്ളൂ. വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അത് പൊഴിഞ്ഞു പോകുമായിരിക്കാം. പിന്നെ ഗ്രോ ബാഗിൽ ഞങ്ങൾ ഗോർജറ്റ് വെച്ചിട്ടുണ്ട്. താഴെ നിന്ന് ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചാണ്. അതും ഞങ്ങൾ ഇന്ന് അത്യാവശ്യം അതിന് വിളവെടുത്തതാണ് 1-2 എണ്ണം. പിന്നെ ചീര, സ്ട്രോബെറി ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വേറെ ഗ്രോ ബാഗിൽ ചീര വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പഴുത്ത് വരുന്നതൊക്കെ ഞങ്ങൾ പറിച്ചെടുക്കും വൈകുന്നേരങ്ങളിൽ, അല്ലാതെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ മിക്സ് വെച്ചേക്കുവാണ്. നമ്മൾ ചീര വെച്ചിട്ടുണ്ട്, അതുപോലെ വേറൊരു ബാഗിൽ സ്ട്രോബെറി വെച്ചിട്ടുണ്ട്, അതുപോലെ ബീറ്റ്റൂട്ട് വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി നമ്മൾ 2-3 ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട്. അത് പച്ചയുണ്ട്, പഴുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറിക്കുന്നുണ്ട്. പിന്നെ എല്ലാ വെജിറ്റബിൾ കാർഡിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ സ്വന്തം ബ്രിഞ്ചാൾ, അത് പൂവിട്ട് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫെൻസിനോട് ചേർത്ത് കുറേ തക്കാളിയും നട്ടായിരുന്നു.
ഇത് ഞങ്ങൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയ ഞങ്ങളുടെ വെണ്ടയാണ്. പിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അത് പൂവിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം ഇച്ചിരി ക്ലോസ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ശരിക്കും ഞങ്ങളുടെ വെജിറ്റബിൾ ഗാർഡൻ. ഇതിനകത്ത് പലതരത്തിലുള്ള വെജിറ്റബിൾസ് നമ്മൾ മിക്സ് ചെയ്ത് നട്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം എല്ലാ ഗാർഡനും കാണുന്ന ഈ യുകെയിലെ പ്രധാന സാധനമായ റുബർബ്, ഇത് വെച്ച് ഞങ്ങൾ ജാം ഉണ്ടാക്കിയിരുന്നു. അത് പടർന്ന് കിടക്കുക, ഞങ്ങൾ വെട്ടി കമ്പ് കളയുന്നുണ്ട്, കാരണം അതുപോലെ വളർന്നു വരുന്നതുകൊണ്ട് നമ്മൾ വെട്ടി കമ്പ് കളയുന്നുണ്ട്. അതുപോലെ കുറച്ച് നമ്മൾ ജാം പ്രിപ്പയർ ചെയ്തിരുന്നു. ചെറിയ പുളിയോട് ചേർന്ന നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് അതിന് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഗാർഡൻ്റെ മറ്റൊരു സൈഡ്. പയറും ബീൻസും തക്കാളിയും കാബേജും ക്യാരറ്റും ബീറ്റ്റൂട്ടും റാഡിഷും നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാം തന്നെ നമ്മളിനകത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ പോയി, കുറച്ചൊക്കെ പിടിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് മണ്ണ് തരുമെന്നാണല്ലോ, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ എടുക്കുന്ന കൂടെ തന്നെ നമ്മൾ നടത്തിയ ഹാർവെസ്റ്റ് കൂടെ ഞാൻ കാണിക്കുക. ഇത് നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറിച്ചു കൂട്ടിയ നമ്മുടെ ബീൻസും കോർജറ്റും അത് റാഡിഷും. അത്യാവശ്യം ഒരു കറി വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ ഗാർഡൻ ടൂറിൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ഗാർഡൻ വിശേഷങ്ങൾക്കും അതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനും അതുപോലെ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു സന്തോഷങ്ങളുള്ള വീഡിയോസിനുമായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.